നെക്സ്റ്റ് ടോപ്പിക് ടാൻജൻറ്റ് പ്ലെയിൻസ് ടു പാരാമെട്രിക് സർഫസസ്. അപ്പോൾ ഒരു സർഫസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ അറിയാമെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ആ ഒരു സർഫസിലെ ഒരു പോയിൻറ്റിലെ ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം, അതാണ് പറയണത്. അപ്പോൾ ആർ ഓഫ് യു വി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ ബി പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സർഫസ് ആൻഡ് പി നോട്ട് ബി എ പോയിൻ്റ് ഓൺ ദ സർഫസ് എസ്. ദെൻ പി നോട്ട് എന്നുള്ളത് ഈ സർഫസിലെ പോയിൻ്റ് ആണെങ്കിൽ ഫോർ സം പാരാമീറ്റർ വാല്യൂ യു നോട്ട് വി നോട്ട്, പി നോട്ട് എന്നുള്ള പോയിൻ്റ് എന്തായിരിക്കും? ആർ ഓഫ് യു നോട്ട് വി നോട്ട് ആയിരിക്കും. ദെൻ ആർ എന്നുള്ളത് നമുക്കറിയാം, ആർ എന്താണ്? ഫംഗ്ഷൻ ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി ആണ്. അപ്പോൾ ആർ യു ഓഫ് യു വി ആൻഡ് ആർ വി ഓഫ് യു വി, അതായത് ആർ എന്നുള്ള വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു യു ആൻഡ് വി. ദെൻ ആർ യു ഓഫ് യു വി ക്രോസ് ആർ വി ഓഫ് യു വി നോൺ സീറോ ആണെങ്കിൽ for each uv in the parameter domain of R, then the surface S is called smooth. Then for a smooth surface, the tangent plane to S at P naught is the plane that contains the tangent vectors RU of U naught V naught and RV of U naught V naught, and thus has normal vector given by n equal to RU of U naught V naught cross RV of U naught V naught. അതായത് ഈ ഒരു സർഫസിൽ, ഇപ്പോൾ ഇതൊരു സർഫസാണ്, ഇവിടെ തന്നിട്ടുണ്ട്, നമുക്കൊരു സർഫസ് തന്നിട്ടുണ്ട്. ദെൻ ഇതിൽ ഒരു പോയിൻ്റാണ് പി നോട്ട്. ഈ പോയിന്റിലെ ടാൻജൻറ്റ് പ്ലെയിൻ പി നോട്ട് എന്നുള്ള പോയിൻ്റാണ് നമ്മൾ ആർ ഓഫ് യു നോട്ട് വി നോട്ട് എന്ന് പറഞ്ഞത്. ഈ പോയിന്റിലെ ടാൻജൻറ്റ് വെക്റ്റേഴ്സ് ആയിരിക്കും എന്ത് വരിക? ആർ യു ഓഫ് യു നോട്ട് വി നോട്ടും ആർ വി ഓഫ് യു നോട്ട് വി നോട്ടും വരിക. ആർ യു ഓഫ് യു നോട്ട് വി നോട്ട് ആൻഡ് ആർ വി ഓഫ് യു നോട്ട് വി നോട്ട്, ഇത് രണ്ടും ടാൻജൻറ്റ് വെക്റ്റേഴ്സ് ആയിരിക്കും. ദെൻ ഈ രണ്ട് ടാൻജൻറ്റ് വെക്റ്റേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യണ പ്ലെയിൻ ആയിരിക്കും എന്ത്? ടാൻജൻറ്റ് പ്ലെയിൻ വരിക. ദെൻ നമുക്ക് ആർ യു ഓഫ് യു നോട്ട് വി നോട്ട് ആൻഡ് ആർ വി ഓഫ് യു നോട്ട് വി നോട്ടിനോട് ഇതിൻ്റെ ഈ വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആർ യു യു നോട്ട് വി നോട്ട് ക്രോസ് ആർ വി യു നോട്ട് വി നോട്ട് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ക്രോസ് പ്രോഡക്റ്റ് എന്നുള്ള വെക്റ്റർ എന്തായിരിക്കും? നോർമൽ വെക്റ്റർ ആയിരിക്കും. ടാൻജൻറ്റ് പ്ലെയിനോട് നോർമൽ വെക്റ്റർ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഈക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടാൻജൻറ്റ് പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അതായത് നോർമൽ വെക്റ്റർ, ടാൻജൻറ്റ് പ്ലെയിൻ എന്നുള്ളത് ഈ എൻ എന്നുള്ള വെക്റ്ററിനോട് നോർമൽ ആയിരിക്കും എന്നും കിട്ടി. ദെൻ നെക്സ്റ്റ് ഈ ടാൻജൻറ്റ് പ്ലെയിൻ ഏത് പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യും? പി നോട്ട് എന്നുള്ള പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുമെന്നും കിട്ടി. ആ രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ എഴുതാം. അതായത് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഈക്വേഷൻ ഓഫ് പ്ലെയിൻ containing the point P naught, that is given by x naught, y naught, z naught, and having the normal vector n is equal to vector ABC is a into x minus x naught plus b into y minus y naught plus c into z minus z naught equal to 0. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ എഴുതാം. അതായത് ടാൻജൻറ്റ് പ്ലെയിൻ ടു S at P naught passes through the point P naught and it has normal vector n is equal to RU of U naught V naught cross RV of U naught V naught, where P naught is the point R of U naught V naught. Then equation of tangent plane എന്തായിരിക്കും? അപ്പോൾ ഇതാണ് നോർമൽ വെക്റ്റർ, ഇതിൻ്റെ കമ്പോണൻസ് കണ്ടുപിടിക്കുക. ദെൻ പി നോട്ട് എന്നുള്ള പോയിൻ്റ് കണ്ടുപിടിക്കുക. എൻ എന്നുള്ളതൊരു വെക്റ്ററാണ്. അപ്പോൾ നമുക്കിതിനെ സപ്പോസ് ഈ വെക്റ്റർ എന്നുള്ളത് വെക്റ്റർ എ ബി സി ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ എങ്ങനെ എഴുതാം? എ ഇൻറ്റു സപ്പോസ് പി നോട്ട് ഈസ് ദ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. പി നോട്ട് ഈസ് ദ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. ദെൻ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ എന്തായിരിക്കും? എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0. Next problem, find an equation of tangent plane to the helicoid r of uv equal to u cos v I plus u sin v j plus v k at the point u equal to 1/2 v equal to pi by 4. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ഹെലിക്കോയിഡിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർ യു ആൻഡ് ആർ വി കണ്ടുപിടിക്കണം. അതായത് ആർ യു ഓഫ് യു വി, ആർ എന്നുള്ള വെക്റ്റർ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു യു പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? കോസ് വി ഐ പ്ലസ് സൈൻ വി ജെ
Then RV of UV is minus U sin V I plus U cos V J plus K. Then നമുക്ക് U equal to pi by 2 and V equal to pi by 4. അതായത് U0 V0 എന്നുള്ള പോയിൻ്റ്, ഈ പോയിൻ്റ് വരുന്നത് ഇവിടെ 1/2 pi by 4 ആണ്. ഈ പോയിന്റിലാണ് ടാൻജൻറ്റ് പ്ലെയിൻ കണ്ടുപിടിക്കേണ്ടത്. അതായത് R of 1/2 pi by 4 എന്നുള്ള പോയിന്റിലെ ടാൻജൻറ്റ് പ്ലെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ RU of 1/2 pi by 4 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് √2/2 I plus √2/2 J. Then RV of 1/2 pi by 4 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു minus √2/4 I plus √2/4 J plus K. ഇനി n എന്നുള്ളത് എന്താണ്? n ഈസ് RU of 1/2 pi by 4 cross RV of 1/2 pi by 4. That is determinant IJK √2/2 0 minus √2/4 1. Then determinant കണ്ടുപിടിക്കുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ √2/2 I minus √2/2 J പ്ലസ് 1/2 K എന്നുള്ള വെക്ടർ കിട്ടും. അപ്പോൾ n എന്നുള്ള വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? √2 I minus √2 J പ്ലസ് K എന്ന് എഴുതാം. അതായത് നമ്മളിവിടെ ഈ ഒരു വെക്ടറിനെ ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, പക്ഷേ ഡയറക്ഷനിൽ മാറ്റം വരില്ല. അപ്പോൾ നോർമൽ വെക്ടർ എന്നുള്ളത് ഇതൊരു നോർമൽ വെക്ടർ ആണെങ്കിൽ എന്തായിരിക്കും? ഈ n എന്ന് എഴുതിയതും ഒരു നോർമൽ വെക്ടർ ആയിരിക്കും, ഡയറക്ഷന് മാറ്റം വരുന്നില്ല, 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. ദെൻ ഒന്ന് n എന്നുള്ള വെക്ടർ ഒരു സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. ദെൻ അപ്പം നമ്മൾ ടാൻജൻറ്റ് പ്ലെയിനിനോട് നോർമലായിട്ടുള്ള വെക്ടർ കണ്ടുപിടിച്ചു, n എന്നുള്ള വെക്ടർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാണ്ട്? ടാൻജൻറ്റ് പ്ലെയിൻ പാസ് ചെയ്യണ പോയിൻ്റ്. അതായത് ഏതാണ് പോയിൻ്റ്? ടാൻജൻറ്റ് പ്ലെയിൻ എന്നുള്ളത് R of U0 V0 എന്നുള്ള പോയിൻ്റ് കൂടെ പാസ് ചെയ്യണ പ്ലെയിനാണ്. അപ്പോൾ R of 1/2 pi by 4 എന്നുള്ള പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യണ പ്ലെയിനാണ് ടാൻജൻറ്റ് പ്ലെയിൻ. അപ്പോൾ R of 1/2 pi by 4 കണ്ടുപിടിക്കാം. നമുക്ക് R of UVയുടെ ഫോർമുല ഓൾറെഡി ഉണ്ട്. അതിൽ Uവിന് 1/2 കൊടുക്കുക, Vക്ക് pi by 4 കൊടുക്കുക. എന്ത് കിട്ടും? 1/2 cos pi by 4 I പ്ലസ് 1/2 sin pi by 4 J പ്ലസ് pi by 4 K. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു cos pi by 4, അത് 1/√2 പ്ലസ് I പ്ലസ് 1/2 ഇൻറ്റു sin pi by 4, sin pi by 4 1/√2 തന്നെയാണ്, 1/√2 J plus pi by 4 K. So that is equal to 1/2√2 I plus 1/2√2 J plus pi by 4 K. അതായത് ടാൻജൻറ്റ് പ്ലെയിൻ പാസ് ചെയ്യണ പോയിൻ്റാണ് 1/2√2 I പ്ലസ് 1/2√2 J പ്ലസ് pi by 4 K. അതായത് പാസ് ചെയ്യണ പോയിൻ്റ് x0 y0 z0 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ x0 എന്തായിരിക്കും? x0 ഈസ് 1/2√2, അതിനാണ് √2/4 എന്ന് പറയുന്നത്. ദെൻ y0 എന്തായിരിക്കും? √2/4. ദെൻ z0 ഈസ് pi by 4. ദെൻ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? നോർമൽ വെക്ടറും കിട്ടി, അത് പാസ് ചെയ്യണ പോയിൻറ്റും കിട്ടി. ദെൻ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ ഈസ് √2 ഇൻറ്റു x minus √2/4 minus √2 into y minus √2/4 plus 1 into, അതായത് k കമ്പോണൻറ്റ്, 1 into z minus pi by 4 equal to 0. then അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയ √2x minus √2y plus z minus pi by 4 equal to 0. then throughout 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4√2x minus 4√2y plus 4z minus pi equal to 0. ഇതാണ് ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഈക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഏരിയ ഓഫ് പാരാമെട്രിക് സർഫസ് എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് സർഫസ് ഏരിയ, ഒരു സർഫസിൻ്റെ സർഫസ് പാരാമെട്രിക് ഫോമിലാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സർഫസ് ഏരിയ പാരാമെട്രിക് ഫോം. Let S be a smooth surface represented by the equation R of UV equal to x of UV I plus y of UV j plus z of UV k with parameter domain D. If S is covered just once as UV varies throughout D, then the surface area of S is A of S is equal to double integral over D mod RU cross RV dA. S എന്നുള്ള സർഫസ് ഡിയിലെ പോയിൻറ്റ്സിൽ
യു വി വാരി ചെയ്യുമ്പോൾ എക്സാക്ട്ലി വൺസേ കവർ ചെയ്തിട്ടുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് എ. റേഡിയസ് എ ഉള്ള ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ദെൻ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പിയർ നമുക്കറിയാം. നമ്മൾ സ്പിയർ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ഹാവിങ് റേഡിയസ് എ ആണ് എടുക്കുന്നത്. ദെൻ അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആർ ഓഫ് യു വി ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ സ്പിയറിന് റേഡിയസ് എ ആണ്. അപ്പം നമുക്ക് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് നോക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ. ഇതാണ് സ്പെറിക്കൽ ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് തമ്മിലുള്ള റിലേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പിയറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാം. ഇവിടെ സ്പിയറിന് റേഡിയസ് എ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നുള്ളത് എന്തായിരിക്കും, ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആയിരിക്കും. ദെൻ ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ നോക്കുകയാണെങ്കിൽ സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ ഇക്വേഷൻ വരുന്നത് റോ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആയിരിക്കും. സോ റോ ഈക്വൽ ടു എ വരും. അപ്പോൾ ഈ ഒരു സ്പിയറിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, റോയുടെ വാല്യൂ എ ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഇസ് ഈക്വൽ ടു എ കോസ് ഫൈ എന്നെഴുതാം. ദെൻ ഇവിടെ നമുക്ക് എക്സ് വൈ സെഡ് ആസ് ഫങ്ഷൻസ് ഓഫ് ഫൈ ആൻഡ് തീറ്റയാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ദെൻ ഈ ഒരു സ്പിയറിനെ എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പാരാമീറ്റർ ഡൊമെയിൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫൈ ആൻഡ് തീറ്റയ്ക്ക് റേഞ്ച് കൊടുക്കുന്നത്, ഫൈയുടെ റേഞ്ച്, ഫൈ എന്നുള്ളത് നമുക്കറിയാം പോസിറ്റീവ് സെഡ് ആക്സസും, സ്പിയറിലെ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈനും പോസിറ്റീവ് സെഡ് ആക്സസും തമ്മിലുള്ള ആംഗിളാണ് ഫൈ. അപ്പോൾ അതിൻ്റെ റേഞ്ച് 0 to 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ് വരിക. അതേമാതിരി തീറ്റ എന്നുള്ള ആംഗിൾ എന്താണ്, നമ്മുടെ പോളാറിലുള്ള അതായത് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ വരുന്ന അതേ ആംഗിൾ തന്നെയാണ്. അപ്പോൾ അതിന് സ്പിയറിന് റേഞ്ച് വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ ആണ്. ദെൻ ഇവിടെ നമുക്ക് എക്സ് വൈ സെഡിനെ ആസ് ഫങ്ഷൻസ് ഓഫ് ഫൈ ആൻഡ് തീറ്റ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഫൈ ആൻഡ് തീറ്റ എന്താണ്, വാരിയിങ് ആണ്. അപ്പോൾ ഫൈയും തീറ്റയാണ് ഇവിടുത്തെ പാരാമീറ്റേഴ്സ്. ദെൻ ഇതിൽ ഫൈ എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് യു എന്നും അതേമാതിരി തീറ്റ എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് വി എന്നും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാരാമെട്രൈസേഷൻ കിട്ടും. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എഴുതാം ഫൈ ആൻഡ് തീറ്റയിൽ, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇതും ഒരു പാരാമെട്രൈസേഷനാണ്. ജസ്റ്റ് യു വി എന്നുള്ളത് ഫൈ തീറ്റേനെ റീപ്ലേസ് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. ഇവിടെ ആർ ഓഫ് യു വി ഈക്വൽ ടു എന്ത് വരും, അതായത് യുവിനെ ഫൈ എന്ന് ഡിനോട്ട് ചെയ്തു, വിക്ക് തീറ്റ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു എ സൈൻ യു കോസ് വി. അപ്പോൾ ആർ ഓഫ് യു വി ഈക്വൽ ടു എന്ത് വരും, എ സൈൻ യു കോസ് വി ഐ പ്ലസ് എ സൈൻ യു സൈൻ വി ജെ പ്ലസ് എ കോസ് യു കെ. അപ്പോൾ ആർ ഓഫ് യു വി കിട്ടി. ദെൻ ഡൊമെയിൻ എക്സാക്ട്ലി വൺസ് ഈ സർഫസിനെ സ്പിയറിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡൊമെയിനാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ യു വി സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ. ദെൻ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ആർ യു ക്രോസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി എ. അപ്പോൾ നമുക്ക് ഡി എന്നുള്ള റീജിയൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ആർ ഓഫ് യു വി കിട്ടിയിട്ടുണ്ട്. ഇനി ആർ യു കണ്ടുപിടിക്കുക, ആർ വി കണ്ടുപിടിക്കുക. ആർ യു എന്ന് പറയുന്നത് എ കോസ് യു കോസ് വി ഐ പ്ലസ് എ കോസ് യു സൈൻ വി ജെ മൈനസ് എ സൈൻ യു കെ. ദെൻ ആർ വി എന്ന് പറയുന്നത് മൈനസ് എ സൈൻ യു സൈൻ വി ഐ പ്ലസ് എ സൈൻ യു കോസ് വി ജെ. ദെൻ ആർ യു ക്രോസ് ആർ വി യൂസിങ് ഡിറ്റർമിനൻറ്റ് ഫോർമുല കണ്ടുപിടിക്കാം. ദെൻ എ സ്ക്വയർ സൈൻ സ്ക്വയർ യു കോസ് വി ഐ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ യു സൈൻ വി ജെ പ്ലസ് എ സ്ക്വയർ സൈൻ യു കോസ് യു കെ എന്ന് കിട്ടും. Then magnitude of RU cross RV, that is square root of a raised to 4 sin raised to 4 u plus a raised to 4 sin square u cos square u, that is equal to square root of a raised to 4 sin square u. Then ഇതിൽ നമുക്ക് for 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ sin u എന്താണ്
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എ സ്ക്വയർ സൈൻ യു എന്ന് എഴുതാം. പോസിറ്റീവ് സ്ക്വയർ റൂട്ടാണ് എടുക്കുന്നത്. ദെൻ ഏരിയ ഓഫ് ദ സ്ഫിയർ. ഏരിയ ഓഫ് ദ സ്ഫിയർ ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി മോഡ് ആർ യു ക്രോസ് ആർ വി ഡി എ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി എ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2π. ബിയുടെ റേഞ്ച് 0 to 2π ആണ്. ദെൻ യുവിൻ്റെ റേഞ്ച് ഇൻ്റഗ്രൽ 0 to π. ഇൻ്റഗ്രൽ 0 to π എ സ്ക്വയർ സൈൻ യു ഡി യു ഡി വി. ദെൻ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 4π എ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ ഏരിയ ഓഫ് one complete turn of helicoid of width 1 represented by the equation r of uv equal to r of uv equal to u cos vi plus u sin vj plus vk with a parameter domain d equal to set of all uv such that 0 less than or equal to u less than or equal to 1, 0 less than or equal to v less than or equal to 2π. അപ്പോൾ നമുക്കിവിടെ ആർ ഓഫ് യു വി തന്നിട്ടുണ്ട്, പാരാമീറ്റർ ഡൊമെയിനും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി എ ഇവാലുവേറ്റ് ചെയ്യേ വേണ്ടു സർഫസ് ഏരിയ കാണാൻ. അപ്പോൾ ആർ യു എന്തായിരിക്കും? ആർ യു എന്നുള്ളത് കോസ് വി ഐ പ്ലസ് സൈൻ വി ജെ, ആർ വി എന്നുള്ളത് മൈനസ് യു സൈൻ വി ഐ പ്ലസ് യു കോസ് വി ജെ പ്ലസ് കെ. ദെൻ ആർ യു ക്രോസ് ആർ വി എന്നുള്ളത് വെക്റ്റർ സൈൻ വി ഐ മൈനസ് കോസ് വി ജെ പ്ലസ് യു കെ. Then magnitude of vector RU cross RV, that is equal to square root of sin square V plus cos square V plus U square, that is square root of 1 plus U square. Then area is double integral over D magnitude of RU cross RV dA, that is equal to D എന്നുള്ള ഡൊമൈൻ്റെ റേഞ്ച് നമുക്കറിയാം, രണ്ടും കോൺസ്റ്റൻസ് ആണ്, യുവിനും വിനും റേഞ്ച് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഏത് വേരിയബിൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു u 0 to 1 യുവിൻ്റെ റേഞ്ച്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വിയുടെ റേഞ്ച് 0 to 2π സ്ക്വയർ റൂട്ട് ഓഫ് 1 plus u square du dv. ദെൻ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ π ഇൻറ്റു √2 പ്ലസ് ln of 1 plus √2, that is approximately equal to 7.212. ഇവിടെ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന ഫോർമുല ഇൻ്റഗ്രൽ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് a square plus u square du is u by 2 root of a square plus u square plus a square by 2 ln of u plus root of a square plus u square plus c. ഇതിൽ എയുടെ വാല്യൂ 1 ആവുന്ന കേസാണ് നമ്മളിവിടെ ഇൻ്റഗ്രൽ എഴുതിയത്. നെക്സ്റ്റ് സെക്ഷൻ സർഫസ് ഇൻ്റഗ്രൽസ്. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് തിയറം 1 പറയുന്നത്. ഇവാലുവേഷൻ ഓഫ് സർഫസ് ഇൻ്റഗ്രൽ ഫോർ സർഫസസ് ദാറ്റ് ആർ ഗ്രാഫ്സ്. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫായിട്ടാണ് സർഫസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ട് സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ അതിൽ ആദ്യം പറയുന്നത് ഇഫ് എസ് ഈസ് ഡിഫൈൻഡ് ബൈ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എസ് ഓൺ ടു ദ എക്സ് വൈ പ്ലെയിൻ ഈസ് ആർ, ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. ഇതാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രലിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. ഈ എസ് എന്ന് പറയുന്നതാണ് സർഫസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ സ്ക്വയർ റൂട്ട് ഓഫ് ജി എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് ജി വൈ ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ. അപ്പോൾ ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണ് സർഫസിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രലിൻ്റെ ഫോർമുല. ദെൻ സെക്കൻഡ് വൺ നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ സർഫസ് എസ് ഈസ് ഡിഫൈൻഡ് ബൈ വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സെറ്റ് ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എസ് ഓൺ ടു ദ എക്സ് സെറ്റ് പ്ലെയിൻ ഈസ് ആർ, ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഡി എസ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് സെറ്റ് സെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് ജി എക്സ് എക്സ് സെറ്റ് സ്ക്വയർ പ്ലസ് ജി സെറ്റ് എക്സ് സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഡി എ. ദെൻ third one, if S is defined by x is equal to g of y z and the projection of S onto the y z plane is R, then double integral over S f of x y z ds is double integral over R g f of g of y z into square root of gy y z square plus g z y z square plus 1 dA. അപ്പോൾ ഇവിടെ എസ് എന്നുള്ള ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണെങ്കിൽ
നമ്മൾ ഈ ഒരു സർഫസിൻ്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ ആറാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആറാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതേമാതിരി ഈ സർഫസ് എന്നുള്ളത് ഇവിടെ നമുക്ക് സർഫസ് തന്നിട്ടുണ്ട്. ഈ സർഫസ് ഫംഗ്ഷൻ ഓഫ് എക്സ് സെഡ് ആയിട്ടാണ്. y ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ് എന്നുള്ള ഫോമിലാണെങ്കിൽ എക്സ് സെഡ് പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതേമാതിരി സർഫസ് എന്നുള്ളത് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ സെഡ് എന്നുള്ള ഫോമിലാണെങ്കിൽ എന്ത് വേണം? വൈ സെഡ് പ്ലെയിനിൽ ഈ സർഫസിൻ്റെ പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യണം. അതായത് പ്രൊജക്ഷൻ എന്നുള്ളതുകൊണ്ട് ഷാഡോ ഒന്ന് നോക്കിയാലും മതി. വൈ സെഡ് പ്ലെയിനിലേക്ക് ഇതിൻ്റെ ഷാഡോ എന്തായിരിക്കും എന്ന് നോക്കിയാൽ മതി, സർഫസിൻ്റെ ഷാഡോ. ദെൻ നമുക്ക് സർഫസ് ഇൻ്റഗ്രലിൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് 1 ആണെങ്കിൽ എന്തായിരിക്കും നോക്കാം. അതായത് ഈ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഈ ഒരു ടേം എല്ലാത്തിനും എന്താണ് വരിക? 1 ആണ് വരിക. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സ്ക്വയർ റൂട്ട് ഓഫ്, ഇപ്പോൾ എക്സ് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഫോർമുല എങ്ങനെയാവും? സ്ക്വയർ റൂട്ട് ഓഫ് ജി എക്സ് എക്സ് വൈ സ്ക്വയർ പ്ലസ് ജി വൈ എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 DA എന്ന് വരും. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതെന്താണ്, അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്ന് പറയുന്നത് എന്ത് വരും? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് സ്ക്വയർ റൂട്ട് ഓഫ് ജി എക്സ് എക്സ് വൈ സ്ക്വയർ പ്ലസ് ജി വൈ എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 DA എന്ന് വരും. ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് സർഫസ് എസ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള സർഫസിൻ്റെ ഏരിയ എന്താണ്? ഏരിയ ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എഫ് വൈ എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 DA. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ടേം എന്താണ്? സെഡ് ഈക്വൽ ടു നമ്മളെടുത്തത് ജി ഓഫ് എക്സ് വൈ ആണ്. ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സ്ക്വയർ റൂട്ട് ഓഫ് ജി എക്സ് എക്സ് വൈ സ്ക്വയർ പ്ലസ് ജി വൈ എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 DA എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? സർഫസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ദെൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് 1 ആവുന്ന കേസിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി എസ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മളിത് എന്ത് പറഞ്ഞത്? ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ഏരിയ ഓഫ് ദ സർഫസ് എസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ സർഫസ് ഇൻ്റഗ്രൽ എന്തായി മാറും? സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സർഫസ് ആയിട്ട് മാറും. Then next examples, evaluate double integral over S x ds where S is the part of the plane 2x plus 3y plus z equal to 6. Then നമുക്കിവിടെ S എന്നുള്ള സർഫസ് എന്താണെന്ന് നോക്കാം. S എന്നുള്ള സർഫസ് നമുക്ക് തന്നിരിക്കുന്നത് പ്ലെയിൻ ആണ്, 2x plus 3y plus z equal to 6. അപ്പോൾ ഇതിൻ്റെ ഈക്വേഷൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് വൈ സെഡ് ആക്സിസുകൾ വരച്ചു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ എന്ന് പറയുന്നത്, ഈ പ്ലെയിനിലെ 3 പോയിൻറ്റ്സ് നമുക്ക് പറയാം ഏതൊക്കെയായി. അതായത് ഈ ഒരു പ്ലെയിൻ എക്സ് വൈ സെഡ് ആക്സിസിനെ മീറ്റ് ചെയ്യണ പോയിൻറ്റ്സ്. അതായത് എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ നമുക്ക് സെഡ് വാല്യൂ എന്താണ് കിട്ടുക? സെഡ് വാല്യൂ എന്നുള്ളത് 6 കിട്ടും. അപ്പോൾ ഈ ഒരു പോയിൻറ്റ് 0 0 6 എന്നുള്ള പോയിൻ്റ് എവിടെ വരുന്നുണ്ട്? പ്ലെയിനിൽ വരുന്നുണ്ട്. അതേമാതിരി വൈ ആൻഡ് സെഡ് 0 കൊടുക്കുമ്പോൾ എക്സ് വാല്യൂ നമുക്ക് 3 കിട്ടും. സോ 3 0 0 എന്നുള്ള പോയിൻ്റ് പ്ലെയിനിൽ വരുന്നുണ്ട്. അതേമാതിരി ഇനി എക്സ് സെഡിന് 0 കൊടുക്കുമ്പോൾ വൈ വാല്യൂ എന്ത് കിട്ടും? വൈ വാല്യൂ 2 കിട്ടും. സോ 0 2 0 എന്നുള്ള പോയിൻ്റ് പ്ലെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് ഇവിടെ വന്നത്. ഈ ഒരു ട്രയാങ്കിളിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ 3 പോയിൻറ്റ്സിനെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം. അതായിരിക്കും ഈ ഒരു പ്ലെയിൻ വരിക. ദെൻ ഫസ്റ്റ് ഒക്ടൻറ്റിൽ മാത്രം കൺസിഡർ ചെയ്യണ്ടു. അപ്പം നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഫസ്റ്റ് ഒക്ടൻറ്റിൽ കൺസിഡർ ചെയ്യണ കാരണം ഈ ഒരു സർഫസ് എന്ന് പറയുന്നത്, ഈ ഒരു സർഫസ് നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട്, ഇതായിരിക്കും. ഇതാണ് നമ്മുടെ സർഫസ് എസ്. ദെൻ ഈ സർഫസിനെ നമുക്കിവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ 2x plus 3y plus z ആണ്. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ഒരു സർഫസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതെന്താണ് വരിക? സെഡ് ഇസ് ഈക്വൽ ടു 6 -
2x മൈനസ് 3y. അപ്പോൾ നമ്മുടെ g എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? 6 മൈനസ് 2x മൈനസ് 3y ആണ്. ദെൻ നമുക്ക് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ ഓഫ് ദിസ് സർഫസ് കൺസിഡർ ചെയ്യണം. അപ്പം നമ്മുടെ പ്രൊജക്ഷൻ വരുന്നത് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിളാണ്. ദെൻ ഇതിനെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് വരയ്ക്കുമ്പോൾ എക്സ് വൈ, ദെൻ എക്സ് ആക്സിസിലെ പോയിൻ്റ് ഏതായിരിക്കും? 3 0. വൈ ആക്സിസിലെ പോയിൻ്റ് 0 2. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഈ ഒരു റീജിയൻ്റെ ഒരു ബൗണ്ടറി ആയിട്ട് വരുന്നത്. ദെൻ ആർ എന്നുള്ള റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് എന്നുള്ളത് എന്താണെന്ന് എഴുതാം? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എക്സ് ഡി എസ്. ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് എക്സ് ആണ്. എക്സ് ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ജി എക്സ് എക്സ് വൈ സ്ക്വയർ പ്ലസ് ജി വൈ എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എഫ് എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? എഫ് എന്നുള്ള ഫംഗ്ഷനെ എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതായത് സെഡിനെ എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതായത് എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓൾറെഡി എഫ് ഓഫ് എക്സ് വൈ സെഡിൽ എന്തേ ഉള്ളൂ? എക്സേ ഉള്ളൂ. അപ്പോൾ ഒന്നും മാറ്റി എഴുതാനില്ല, എക്സ് തന്നെ വരും. ദെൻ എക്സ് ഇൻറ്റു നെക്സ്റ്റ് ജി എക്സ് എക്സ് വൈ സ്ക്വയർ. ജി എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ജീനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് -2 എന്ന് കിട്ടും. അതേമാതിരി ജി വൈ എന്ന് പറയുന്നത് -3 എന്ന് കിട്ടും. സോ സ്ക്വയർ റൂട്ട് ഓഫ് -2 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ പ്ലസ് 1 ഡി എ. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 14 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഡി എ. ദെൻ ആറിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേഷൻ വരുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വൈ ആക്സിസിന് പാരലായിട്ട് ലൈൻ കൺസിഡർ ചെയ്യാം. ദെൻ ഈ ഒരു റീജിയനിലേക്ക് എൻ്റർ ചെയ്യണ കർവ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കർവാണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് വൈ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു 0. അപ്പോൾ വൈയുടെ റേഞ്ച് 0 ടു ലീവ് ചെയ്യണ ഇക്വേഷൻ എന്താണ്? ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് 2x + 3y = 6. ദെൻ അതിൽ നിന്ന് നമുക്ക് y കണ്ടുപിടിക്കാം. y എന്ന് പറയുന്നത് എന്തായിരിക്കും? 3y is 6 - 2x. So y is 6 - 2x divided by 3. That is 2 - 2/3x. അപ്പോൾ y-യുടെ റേഞ്ച് 0 to 2 - 2/3x. ദെൻ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു റേ ഏത് പോയിൻ്റ് മുതൽ ഏത് പോയിൻ്റ് വരെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ റീജിയൻ കവർ ആവും നോക്കണം. അപ്പോൾ x = 0 to x = 3 എന്ന് എക്സിൻ്റെ റേഞ്ച് കിട്ടും. സോ ഇൻ്റഗ്രൽ എന്താവും? സ്ക്വയർ റൂട്ട് ഓഫ് 14 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ 0 to 2 - 2/3x ഇൻ്റഗ്രൽ 0 to 3x dy dx. ദെൻ ഫൈനലി ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3√14. അതായത് റോ ഓഫ് എക്സ് വൈ സെറ്റ് ഡിനോട്ട് the mass density of a surface at any point or mass per unit area. Then mass of the surface, mass കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് റോ ഓഫ് എക്സ് വൈ സെറ്റ് ഡി എസ് കണ്ടുപിടിച്ചാൽ മതി. ദെൻ അതായത് മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ സർഫസ് ഇൻ്റഗ്രലാണ്. ദെൻ നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മാസ് ഓഫ് ദ സർഫസ് എസ് കമ്പോസ്ഡ് ഓഫ് ദ പാർട്ട് ഓഫ് പരാബോളോയിഡ് y = x² + z² between the planes y = 1 and y = 4 if the density at a point P on S is inversely proportional to the distance between P and the axis of symmetry of S. അതായത് ഇവിടെ നമ്മുടെ സർഫസ് തന്നിരിക്കുന്നത് ഏതാണ്? പരാബോളോയിഡും ദെൻ പരാബോളോയിഡ് y = x² + z² ആൻഡ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് y = 1 ആൻഡ് y = 4 ആണ് നമ്മുടെ സർഫസ്. അപ്പോൾ പരാബോളോയിഡ് y = x² + z² എന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പരാബോളോയിഡ് ദെൻ y = 1 മുതൽക്ക് y = 4 വരെയുള്ള ഈ ഒരു പരാബോളോയിഡിൻ്റെ പാർട്ടേ കൺസിഡർ ചെയ്യണ്ടു.
അപ്പോൾ നമുക്ക് ഇവിടെ y ഈക്വൽ ടു 1 ആണെങ്കിൽ y ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ ഇവിടെ വരികയാണെങ്കിൽ ആക്ച്വലി ഈ ഒരു പരാബോളോയിഡ് എന്ന് പറയുന്നത് ഇങ്ങനെ, അതായത് ഇവിടെയാണ് 1 എന്നുള്ള പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാബോളോയിഡിൻ്റെ ഷേപ്പ് വരുന്നത്, ഈ ഒരു സർഫസ് വരുന്നത് ഇങ്ങനെയാണ്. ഇത്രയും പാർട്ടിലുള്ള പരാബോളോയിഡാണ് നമ്മുടെ സർഫസ് എസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സർഫസിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് നെക്സ്റ്റ് വേണം. ഈ ഒരു സർഫസിൻ്റെ മാസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? ഡെൻസിറ്റി അറ്റ് എ പോയിൻറ്റ് പി ഓൺ എസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ആക്സിസ് ഓഫ് സിമ്മട്രി ഓഫ് എസ്. ഇതിൽ ആക്സിസ് ഓഫ് സിമ്മട്രി വരുന്നത് ഏതാണ്? ഈ ഒരു ആക്സിസ് ആണ് ഈ ഒരു സർഫസിൻ്റെ സിമ്മട്രി വരുന്നത് എലോങ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ്. ദെൻ ഇതിലൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പി with a point p x y z be any point on this surface, then distance from y axis എന്തായിരിക്കും? y axis എന്ന് പറയുന്നത് ഏതാണ് പോയിൻ്റ്? y ആക്സിസിലെ പോയിൻ്റ് y വാല്യൂ x z വാല്യൂസ് 0 ആയിരിക്കും. അപ്പോൾ 0 y 0 എന്നുള്ള ഫോമിലാണ് y ആക്സിസിലെ പോയിൻ്റ് വരിക. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പോയിൻ്റ് p ഓഫ് ദ സർഫസ് ആൻഡ് ഇറ്റ്സ് ആക്സിസ് ഓഫ് സിമ്മട്രി, അതായത് വൈ ആക്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് പി എന്നുള്ള പോയിൻറ്റും ഈ ഒരു വൈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റേസ് ടു 1/2 എന്ന് എഴുതാം. ദെൻ ഡെൻസിറ്റി ഫംഗ്ഷൻ സിഗ്മ വെച്ചിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. സിഗ്മ ഓഫ് എക്സ് വൈ സെഡ് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എന്ത് പറയാം? എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റേസ് ടു -1/2 ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷനെ നമുക്ക് k ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റേസ് ടു -1/2 എന്നെടുക്കാം. ദെൻ അപ്പോൾ സിഗ്മ ഓഫ് എക്സ് വൈ സെഡ് ഈസ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റേസ് ടു -1/2 എന്ന് കിട്ടി. ഇനി അതേമാതിരി നമ്മുടെ സർഫസ് എന്താണ്? സർഫസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പരാബോളോയിഡിൻ്റെ പാർട്ടാണ്. അപ്പോൾ പരാബോളോയിഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പം നമുക്കതിനെ നമുക്ക് സർഫസ് തന്നിരിക്കുന്നത് y ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ് എന്നുള്ള ഫോമിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ദെൻ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് സിഗ്മ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. That is equal to double integral over s k into x square plus h square raised to -1/2 ds. Then ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സെറ്റ് പ്ലെയിനിൽ ഈ ഒരു സർഫസിൻ്റെ പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യണം. ദെൻ പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു സർഫസിൻ്റെ ഷാഡോ ഇൻ എക്സെറ്റ് പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ആനുലാർ റീജിയൻ ആയിരിക്കും. ഇങ്ങനെയാണ് വരിക. അതായത് എക്സ് വൈ പ്ലെയിനിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? എക്സ് വൈ അല്ല, എക്സ് സെഡ് പ്ലെയിനിലേക്ക് എക്സ് ആക്സസ് സെഡ് ആക്സസ്. ദെൻ ഉള്ളിലുള്ള സർക്കിളിൻ്റെ റേഡിയസ് 1 ആണ്, ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് 2 ആണ്. ഈ രണ്ട് സർക്കിൾസിൻ്റെയും ഇൻ ബിറ്റ്വീൻ റീജിയനാണ് നമ്മുടെ ആർ എന്നുള്ള റീജിയൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ആർ എന്നുള്ള റീജിയൻ കിട്ടി. ഇനി ഇതിൽ ഡബിൾ ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യുന്നു സർഫസ് ഇൻ്റഗ്രലിൻ്റെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കെ ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? ഡെൻസിറ്റി ഫംഗ്ഷനെ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് സെഡ് ആണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി ഇവിടെ എന്താണ്? എക്സ് സെഡിലാണ് കിടക്കണേ, അപ്പോൾ മാറ്റി എഴുതാനില്ല. കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റേസ് ടു -1/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ജി എക്സ് എക്സ് സെഡ് സ്ക്വയർ പ്ലസ് ജി സെഡ് എക്സ് സെഡ് സ്ക്വയർ പ്ലസ് 1 ഡി എ എന്ന് വരും. That is equal to k into double integral over r x square plus h square raised to -1/2 g x of x z എന്നുള്ളത് 2x ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 2x ഹോൾ സ്ക്വയർ പ്ലസ് ജി സെഡ് ഓഫ് എക്സ് സെഡ് എന്ന് പറയുന്നതും 2z ആണ്. അപ്പോൾ പ്ലസ് 2z ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഡി എ എന്ന് വരും. Then that is equal to k into double integral over r x square plus h square raised to -1/2 into root of 4x square plus 4z square plus 1 dA. ഇനി r എന്നുള്ള റീജിയൻ്റെ റേഞ്ച് നമുക്കിവിടെ r എന്നുള്ള റീജിയൻ ആനുലാർ റീജിയൻ ആയ കാരണം പോളാറിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതായിരിക്കും എളുപ്പമുണ്ടാവുക. അപ്പോൾ ആറിൻ്റെ റേഞ്ച്, സ്മോൾ ആറിൻ്റെ റേഞ്ച് എന്താണ് വരിക? r ഈക്വൽ ടു 1. ഈ സർക്കിളിൽ കൂടിയാണ് എൻ്റർ ചെയ്യണത്, ദെൻ ലീവ് ചെയ്യണത് അതിനേക്കാൾ 2 റേഡിയസ് ഉള്ള സർക്കിളിൽ കൂടിയാണ്. അപ്പോൾ r ഈക്വൽ ടു 1 ടു r ഈക്വൽ ടു 2 ആണ് ആറിൻ്റെ റേഞ്ച് വരിക. അതേമാതിരി തീറ്റയുടെ റേഞ്ച് എന്താണ് വരിക? തീറ്റ ഈ 0 to 2π. സോ m is equal to k integral 0 to 2π integral 1 to 2 then x square plus z square raised to -1/2 ആണ്. അപ്പോൾ x square plus z square എന്നുള്ളത് എന്താണ് ഇവിടെ?
ഈ എക്സ് പ്ലെയിനിലുള്ള ആനുലാർ റീജിയൻ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ എന്നുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. ദെൻ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ ആദ്യം ഫംഗ്ഷനെ ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ എന്നത് ആർ സ്ക്വയർ ആയിരിക്കും. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ റേസ് ടു -1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ റേസ് ടു -1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ റേസ് ടു -1 ദാറ്റ് ഈസ് 1/r. നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ റേസ് ടു -1/2 ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ 1/r എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ ഈ ഒരു ടേം √4x² പ്ലസ് 4z² പ്ലസ് 1 അതിനെ എങ്ങനെ എഴുതാം? ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ √4r² പ്ലസ് 1. ദെൻ ഡി എനെ റീപ്ലേസ് ചെയ്ത് ആർ ഡി തീറ്റ. ദെൻ ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ആർ ആൻഡ് തീറ്റ. ദെൻ ഫൈനൽ വാല്യൂ k π ഇൻറ്റു 2√17 മൈനസ് √5 പ്ലസ് 1/2 ln ഓഫ് 4 പ്ലസ് √17 ഡിവൈഡഡ് ബൈ 2 പ്ലസ് √5. ദെൻ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻ്റഗ്രൽ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ dr അത് കാണാൻ വേണ്ടി നമ്മളിവിടെ ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ ഫോർമുല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യണത്. അതായത് ഈ ഒരു എക്സാമ്പിൾ 11 അത് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്വയർ റൂട്ട് ഓഫ് a² പ്ലസ് യു സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു യു കാണാനുള്ള ഫോർമുല. ആ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയണത് ഇവാലുവേഷൻ ഓഫ് സർഫസ് ഇൻ്റഗ്രൽസ് ഫോർ പാരാമെട്രിക് സർഫസസ്. അതായത് ഒരു സർഫസ് ഗ്രാഫായി, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫായിട്ടല്ല, പാരാമെട്രിക് സർഫസാണ് നമുക്ക് ഇവിടെ തന്നിക്കുന്നത്. അപ്പോൾ ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ എ റീജിയൻ ദാറ്റ് കണ്ടെയ്ൻസ് എ സ്മൂത്ത് സർഫസസ് വിത്ത് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആർ ഓഫ് യു വി ഈക്വൽ ടു എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ ഫോർ യു വി എലമെൻറ്റ് ഓഫ് ഡി. ദെൻ ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ എസ്, that is double integral over s f of x y z ds is equal to double integral over d f of r of u v magnitude of ru cross rv dA, where f of r of u v is f of x of u v, y of u v, z of u v. അതായത് ഇത് പാരാമെട്രൈസേഷൻ ആർ ഓഫ് യു വി അറിയാമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ സിമ്പിളാണ്. എഫ് എന്നുള്ള ഫംഗ്ഷനെ ആസ് എ ഫംഗ്ഷൻ ഓഫ് യു വി റെപ്രസെൻറ്റ് ചെയ്യണം. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ യു ക്രോസ് ആർ വി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2z പ്ലസ് 1 ds, where s is represented by r of u v is equal to u plus v I plus u minus v j plus u square plus v square k, where 0 less than or equal to u less than or equal to 1, 0 less than or equal to v less than or equal to 2. അപ്പോൾ നമുക്ക് ഈ ഒരു സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ആർ യു ആൻഡ് ആർ വി ഇവാലുവേറ്റ് ചെയ്യണം. ആർ യു എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ പ്ലസ് 2 യു കെ, ആർ വി ഈസ് ഐ മൈനസ് ജെ പ്ലസ് 2 വി കെ. ദെൻ ആർ യു ക്രോസ് ആർ വി ബൈ യൂസിങ് ഡിറ്റർമിനൻറ്റ് ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാം. 2 ഇൻറ്റു യു പ്ലസ് വി ഐ plus u minus v j minus k. Then magnitude of ru cross rv is 2 into square root of u plus v the whole square plus u minus v the whole square plus 1. That is 2 into square root of 2u square plus 2v square plus 1. Then double integral over s x minus y by root of 2z plus 1 ds. That is equal to എന്താണ് വരിക? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി. ഇത് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? ആസ് എ ഫംഗ്ഷൻ ഓഫ് യു വി റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് വൈ സെഡിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് യു വി. നമുക്ക് ഈ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിൽ നിന്ന് എക്സ് ഓഫ് യു വി കിട്ടും. ദാറ്റ് ഈസ് യു പ്ലസ് വി. വൈ ഓഫ് യു വി ദാറ്റ് ഈസ് യു മൈനസ് വി. ആൻഡ് സെഡ് ഓഫ് യു വി ഈസ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എക്സ് മൈനസ് വൈ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2z പ്ലസ് 1 മാറിയിട്ട് എങ്ങനെയാവും? യു പ്ലസ് വി മൈനസ് ഓഫ് യു മൈനസ് വി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ദെൻ നെക്സ്റ്റ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഈ ഒരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 യു സ്ക്വയർ പ്ലസ് 2 വി സ്ക്വയർ പ്ലസ് 1. ദെൻ നെക്സ്റ്റ് ഡി യു ഡി വി. ദെൻ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു. യു ആണെങ്കിൽ യുവും വിയും ഇവിടെ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു യു ആണെങ്കിൽ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ലിമിറ്റ് 0 to 1. ദെൻ നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വി അതിൻ്റെ ലിമിറ്റ് വരുന്നത് 0 to 2. ദെൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും.